ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായ SFI മാർച്ചിന് നേരെ KSUവിൻ്റെ ആക്രമണം, അതേ തുടർന്ന് പോലീസിൻ്റെ നടപടികൾ, ലാത്തിചാർജ്, ഇതിൽ പരുക്കേറ്റ് ഇന്ന് അതിശക്തമായ പ്രതിഷേധ സമരത്തിനാണ് കേരളമെമ്പാടും SFI നേതൃത്വം കൊടുത്തത്. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഈ രണ്ടാളുകളോടും സംസാരിച്ചിട്ട് വേണം ലാൽകുമാറിലേക്ക് ഒന്നുകൂടി പോകാൻ. ഈ രണ്ടാളുകളും പറയുന്നത് കൂടി രണ്ടു ഭാഗവും കേട്ട ശേഷം ലാൽകുമാറിലേക്ക് വരികയും ചെയ്യാം. ഞാൻ ശിവപ്രസാദിലേക്ക്. ശിവപ്രസാദ്, ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ SFI വിവിധ ജില്ലകളിൽ ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. ശക്തമായ പ്രതിഷേധവും ആ നിലയ്ക്ക് കേരളം കാണുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം ആണെന്ന് തോന്നുന്നു കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, അത് ഒരുതരം പരിഹാസ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് SFI എക്സർസൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ സമയമായോ, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. ഇന്നലെ ഉണ്ടായ സംഭവമടക്കം ഒന്ന് വിശദമാക്കാമോ? ശരത്തേട്ടൻ അവസാനം പറഞ്ഞ ഭാഗത്തിലേക്ക് ഞാൻ അവസാനം വരാം. ഇന്നലെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ തത്സമയം ഉണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നേരിട്ട് കണ്ട കാര്യമാണ്. കേരള സർവകലാശാലയിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെയാണ് യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷവും നടന്നത്. എല്ലാ വർഷവും SFI വിജയിക്കാറുണ്ട്. ഇന്നലെയും SFI വിജയിച്ചു. ഇന്നലെയും SFI വിജയിക്കുന്ന അഭൂതപൂർവമായ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ തവണത്തെ എക്സിക്യൂട്ടീവിനേക്കാൾ ഭൂരിപക്ഷം SFI അക്കൗണ്ട്സ് കമ്മിറ്റിയിലുണ്ടായി. സ്റ്റുഡൻസ് കൗൺസിൽ ഏകപക്ഷീയമായി SFI എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നതിലുണ്ടായി. യൂണിയനിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ SFI വിജയിച്ചു. കഴിഞ്ഞ വർഷം 6 സെനറ്റ് സീറ്റ് SFIക്ക് ഉണ്ടായിരുന്നു. 6 സെനറ്റ് സീറ്റും SFI നിലനിർത്തി. അതിലും വ്യത്യസ്തമായി നാം കണ്ടത് 170ഓളം വിദ്യാർത്ഥികളാണ് ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 170ഓളം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട UUCമാരും ചില സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ അവിടുത്തെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി എഴുതി വാങ്ങുന്ന UUCമാരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ 170ഓളം UUCമാർ വോട്ട് ചെയ്യുമ്പോൾ 125ഓളം UUCമാർ വോട്ട് ചെയ്യുന്നത് SFIക്കാണ്. അത് ചെയർമാൻ സീറ്റിൽ, സെനറ്റ് സീറ്റിൽ, വിവിധ സീറ്റുകൾ പ്രിഫറൻസ് വോട്ടിംഗ് ആണ്. SFIക്ക് വോട്ട് ചെയ്തു. അപ്പോൾ എത്രയാണ് ഭൂരിപക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. SFIക്ക് സാങ്കേതികമായി കിട്ടുന്ന ഭൂരിപക്ഷം എത്രയാണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു വിജയം കിട്ടിയ ഞങ്ങൾ ആഘോഷിക്കേണ്ട എന്ന് KSUവിന് ഇങ്ങനെ വാശി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ വിജയിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇനി ഞങ്ങൾ വിജയിച്ചു, നിങ്ങൾ പരാജയപ്പെട്ടു, നിങ്ങൾ ആഘോഷിക്കേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ജനാധിപത്യ രാജ്യത്ത് വിജയവും പരാജയവും ആഘോഷിക്കപ്പെടട്ടെ. ഞങ്ങൾ വിജയിച്ചതിൻ്റെ ആഘോഷം നടക്കുന്നു, നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ആഘോഷം നടക്കുന്നു. നിങ്ങൾ നടത്തിക്കോ. SFI എന്ന നിലയിൽ ഞങ്ങൾ വിജയാഹ്ലാദ പ്രകടനം നടത്തി, നിങ്ങൾ പരാജയാഹ്ലാദ പ്രകടനം നടത്തി, നിങ്ങൾ നടത്തിക്കോ. അങ്ങനെ നടത്തി നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ നേരെ പ്രകടനം നടത്തി പാളയം മാർക്കറ്റിൻ്റെ മുന്നിൽ പോയി നിങ്ങളുടെ പ്രകടനം അവസാനിക്കുന്നു. ഞങ്ങളുടെ പ്രകടനം ആരംഭിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് പ്രകടനം നയിച്ചു. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് പ്രകടനം നയിച്ചു വരുമ്പോഴാണ് പാളയം മാർക്കറ്റിൻ്റെ മുന്നിൽ KSU പ്രവർത്തകർ നിൽക്കുകയാണ്. പ്രകടനം എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഗുണ്ടകളും എല്ലാം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോഴേ സ്ഥിതിഗതി എത്ര പന്തിയില്ല ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ KSUവിന് കാവലായി പോലീസുണ്ട്. നല്ല കാര്യം, പോലീസ് കാവലൊരുക്കണം. അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലീസ് കാവലൊരുക്കണം. ഞങ്ങൾക്ക് പോലീസിൻ്റെ കാവൽ വേണ്ടെങ്കിലും KSUവിന് നിർബന്ധമായി പോലീസ് കാവൽ കൊടുക്കണം. അത് ആര് ഭരിച്ചാലും കാവൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പോലീസ് കാവൽ കൊടുത്തു. കാവൽ കൊടുത്തിട്ടോ അവരവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പ്രകടനം സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷത്തെ ഭാഗത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇടതുപക്ഷത്തെ റോഡിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ആ പ്രകടനം നേരെ വലതുപക്ഷത്തെ റോഡിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് ഇവരെ ആക്രമിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ വലതുപക്ഷത്തേക്ക് ആ പ്രകടനം മാറ്റേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ വലതുപക്ഷത്തേക്ക് പ്രകടനം മാറ്റി. ആ പ്രകടനം വലതുപക്ഷത്തേക്ക് മാറ്റി മുന്നോട്ട് നീങ്ങി മുൻനിര ഈ KSUക്കാർ തമ്പടിച്ച് നിൽക്കുന്നത് കടന്നു പോകുമ്പോഴാണ് അവിടെ കൂട്ടിവെച്ചിരുന്ന പാളയം മാർക്കറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്ന കല്ലുകളും കരിക്കും കഷ്ണവും എല്ലാം എടുത്ത് SFI പ്രകടനത്തിന് നേരെ എറിയുന്നത്. ഞങ്ങൾ ഗാന്ധിയന്മാരല്ല സാർ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ഞങ്ങൾ ഗാന്ധിയന്മാരല്ല. ഇപ്പോൾ ഗാന്ധിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഗാന്ധി പറയുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും വളരെ കൃത്യതയോടെ കേരളത്തിലെ KSUക്കാരൻ ചർച്ച ചെയ്യുന്നതിൽ നന്നായി ക്യാമ്പസിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഒരു കാരണത്തടിച്ചാൽ ഒരു കാരണം കാണിക്കാൻ പോകുന്ന വിശാലകൃതയൊന്നുമല്ല ഞങ്ങൾ. അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. SFIക്കാർക്ക് നേരെ കല്ലേറുണ്ടായി. വിജയാഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടുപോയ SFIക്കാർക്ക് നേരെ ആ പ്രകടനം നടത്തുന്നതിനിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ തൊപ്പിയിട്ട് അവിടെ നിരാശരായി നിന്നിരുന്ന KSU പ്രവർത്തകർ കല്ലും ഇഷ്ടികയും കരിക്കുമെടുത്ത് എറിയുകയാണ്. ആ എറിഞ്ഞ കല്ല് തിരിച്ച് ചിലപ്പോൾ 1-2 SFIക്കാർ എറിഞ്ഞിട്ടുണ്ടാവും. ആ സിറ്റുവേഷൻ എസ്കവേറ്റ് ചെയ്യല്ലേ പോലീസ് ചെയ്യേണ്ടത്? അവിടെ ഉണ്ടായ ഈ പറയുന്ന അസ്വാരസ്യം ഇല്ലാതാക്കുകയല്ലേ പോലീസിന്? മറിച്ച് പോലീസ് ചെയ്തത്
സ്വന്തം പുറകിൽ നിന്ന് KSUക്കാർ ഈ കല്ലും കരിക്കും പെറുക്കിയെടുക്കും. ഞങ്ങൾ പ്രകടനത്തിന് ഈ കല്ലും കരിക്കും കമ്പും കൊണ്ടൊന്നുമല്ലല്ലോ വരുന്നത്. റോഡിൻ്റെ ആ പാളയം നിങ്ങൾക്ക് ആർക്ക് സഞ്ചരിച്ചാലും, തിരുവനന്തപുരം പട്ടണം അറിയാവുന്ന ഏതൊരു മനുഷ്യർ സഞ്ചരിച്ചാലും ആ റോഡിൻ്റെ വലതുവശത്ത് മുഴുവൻ കടകളാണ്. ഹാജിയിലുണ്ട്, തൊട്ടപ്പുറത്ത് വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അങ്ങനെ മുഴുവൻ കടകളാണ്. ആ കടയുടെ സൈഡിൽ ഒരു കല്ലും കഷ്ണം കിടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ഇവിടെ കരിക്കും കഷ്ണം കിടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം പാളയം മാർക്കറ്റിൻ്റെ മുന്നിലാണ്. ആ പാളയം മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്ന് ആരാണ്? KSUക്കാരാണ്. ആ പാളയം മാർക്കറ്റിൻ്റെ മുന്നിൽ കിടന്ന ഈ കല്ലും ഈ കരിക്കും കഷ്ണവും എല്ലാം പെറുക്കിയാണ് ഇപ്പുറത്തെ വശത്തു കൂടി പോകുന്ന SFIക്കാർ എറിയുന്നത്. തിരിച്ചേറി പോയിട്ടുണ്ട്. തൊട്ടു പുറകിൽ നിന്ന് ഈ ആദ്യം വരുന്ന പോലീസുകാർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അന്ധതയല്ല, രാഷ്ട്രീയ അന്ധതയാണ്. അത് കാണാത്തതല്ല, രാഷ്ട്രീയ അന്ധതയാണ്. ആ രാഷ്ട്രീയ അന്ധതയുടെ ബലം എന്തായിരുന്നു? ഈ കല്ലെറിഞ്ഞവരെ അവിടുന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും വലിയ സംഘർഷം അവിടെ ഉണ്ടാകുമായിരുന്നോ? പോലീസ് എന്താ ചെയ്തത്? പോലീസ് നേരെ ചെയ്തത് കല്ലെറിഞ്ഞവർ എറിഞ്ഞുകൊള്ളട്ടെ, ഏറ് കൊണ്ടവർ തല്ലുകൊള്ളണം. പോലീസിൻ്റെ സമീപനമായിരുന്നില്ല ഇന്നലത്തെ. എന്നിട്ടോ ജലപീരങ്കി, ഈ കല്ലെറിഞ്ഞവരുടെ മുന്നിലൂടെ ജലപീരങ്കി കൊണ്ടുവന്ന് SFIക്കാരുടെ മുകളിലേക്ക് അടിക്കുന്നു. കല്ലെറിഞ്ഞവർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ആ കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പോലീസുകാർ ഗ്രനേഡ് SFIക്കാർക്ക് നേരെ എറിയുന്നു. ഇതെന്ത് പോലീസ് നയമാണ്? ഇതേത് പോലീസിൻ്റെ രീതിയാണ്? നീതിയും ന്യായവുമാണ് പോലീസ് നടപ്പിലാക്കേണ്ടതെങ്കിൽ ഇതാണോ നീതി? ഇതാണോ ന്യായം? തോറ്റുപോയെങ്കിൽ നിങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ നിങ്ങളെ കളിയാക്കാൻ വന്നില്ലല്ലോ. മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടുണ്ടാവും, അത് സർഗാത്മകമായ മുദ്രാവാക്യമൊക്കെ ഉണ്ടാവും, മുദ്രാവാക്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടാവും. ഇനി KSUവിനെ മർദ്ദിക്കണമെന്നാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ മനുഷ്യരോട് ഞങ്ങൾ ചോദിക്കട്ടെ, 500 SFIക്കാർ ഇന്നലെ സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നു. 100 പോലീസുകാർ സർവകലാശാല ആസ്ഥാനത്ത് കൂടിപ്പോയാലുണ്ടാകും. 20 KSUക്കാർ സർവകലാശാല ആസ്ഥാനത്തുണ്ട്. 500 SFIക്കാർക്ക് 20 KSUക്കാരെ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് മർദ്ദിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? കോമൺ സെൻസ്, ലോജിക്കിൽ ചിന്തിക്കുക. നിങ്ങൾ വേറൊന്നും ചിന്തിക്കുക, അർത്ഥം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ആ സംഘർഷത്തിന് പോയില്ലല്ലോ. ഒരു ഘട്ടത്തിൽ മുദ്രാവാക്യം വിളി കുറച്ച് അല്പം അധികമാകുമ്പോൾ ഒരു സംഘർഷ ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഞങ്ങളവരെ നിയന്ത്രിച്ചു. കാരണം ഇലക്ഷൻ നടക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായി പോയി. കാരണം ഉച്ച മുതലേ ഇങ്ങനെ കോപ്പ് കൂട്ടുകയാണ്, ഇങ്ങനെ കൈ ഇങ്ങനെ ഉരസി അടി എങ്ങനെയെങ്കിലും ഇങ്ങനെ അഭിപ്രായം ഈ സംഘർഷം എങ്ങനെയെങ്കിലും സംഘർഷമാക്കി വികസിപ്പിച്ച് ആ സെനറ്റ് ഇലക്ഷനും യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനൊക്കെ നിർത്തിവെക്കണമെന്ന് മോഹനം കുന്നുമലിൻ്റെ ആവശ്യമൊന്നും നടപ്പിലാക്കാൻ വേണ്ടി വല്ലാതെ പണിപ്പെട്ടു. ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങൾ സഹിച്ചു, ഞങ്ങളിവിടെ പിടിച്ചു, ഞങ്ങളുടെ പ്രവർത്തകരെ നിയന്ത്രിച്ചു. നിയന്ത്രിച്ച് വിജയിച്ചിട്ട് നിങ്ങൾ ആഹ്ലാദപൂർവ്വം നടത്തരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പിന്നെ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട. അദ്ദേഹം പറഞ്ഞത് ഇത് SFIയുടെ എക്സസൈസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമ വാർത്തയിലൂടെയാണ്. മറ്റൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തി. പോലീസ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എക്സസൈസ് ആണെന്നാണ്. ഞാൻ വളരെ ബഹുമാനത്തോടെ ശ്രീ രമേശ് ചെന്നിത്തലയോട്, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് പറയുന്നത്, വളരെ ഭരണപരിചയമുള്ള ഒരാളാണ് അങ്ങ്. ഈ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുന്ന, ഒരു തവണ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, KPCC പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നിർഭാഗ്യവശാൽ ഇത്രയും ഭരണ എക്സസൈസ് ഉള്ള അദ്ദേഹത്തിന് അറിയാൻ കഴിയാതെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, പിടിച്ചു വാങ്ങിയ ആഭ്യന്തര വകുപ്പിൽ പിടിമുറുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെയും മറികടന്ന് നടത്തുന്ന ഇടപെടലിലൂടെയാണെന്ന് അദ്ദേഹം ഇനിയെങ്കിലും ബോധ്യപ്പെടണം. ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അങ്ങ് അറിയുന്നില്ല അങ്ങയുടെ വകുപ്പിൽ നടക്കുന്നത്. അങ്ങ് അറിയാതെ ബൈപ്പാസ് ചെയ്ത് അങ്ങയുടെ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല വകുപ്പ് സെക്രട്ടറിമാരും തീരുമാനിക്കുന്നതിൽ മന്ത്രിമാർ അറിഞ്ഞില്ല എന്നുള്ള പരാതിയും പരിഭവം വന്നല്ലോ. ആ ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് SFIക്കാരെ മർദ്ദിക്കാൻ നിർദ്ദേശം പോയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ ഭരണ പരിചയത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പെരുമാറുന്നുണ്ട്. അങ്ങ് ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ എക്സസൈസ്, ഈ ഇതിനെയും കൂടി മറികടക്കാനുള്ള എക്സസൈസ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ഈ തമ്മിലുള്ള കുത്ത്, അകത്തുനിന്ന് വരുന്ന കുത്ത് തന്നെയും ഓവർടേക്ക് ചെയ്ത് നടത്താനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം, അതിനെ എങ്ങനെ തടുക്കണം എന്നുള്ള എക്സസൈസായി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സമരത്തെ, ഞങ്ങൾക്കെതിരായ അക്രമത്തെ കാണാമെന്ന് സൂചിപ്പിച്ചു.